നമസ്കാരം. ഏസ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് കുമാർ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് വാദ്യോപകരണങ്ങളും അതിനോട് ബന്ധപ്പെട്ട കലാകാരന്മാരെക്കുറിച്ചുമാണ്. അതിൽ ആദ്യമേ ചെണ്ട വിദ്വാൻമാരെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. കേരളത്തിലെ പ്രശസ്തരായ ചെണ്ട വിദ്വാൻമാർ ഒന്ന് പെരുവനം കുട്ടന്മാരാർ, മറ്റൊരാൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പോൾ കേരളത്തിലെ പ്രശസ്തരായ ചെണ്ട വിദ്വാൻമാർ പെരുവനം കുട്ടന്മാരാരും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും. ഇനി ഇന്ത്യയിലെ പ്രശസ്തരായ സിത്താർ കലാകാരന്മാർ പണ്ഡിറ്റ് രവിശങ്കർ ആൻഡ് ദേവവ്രത ചൗധരി. ഇന്ത്യയിലെ പ്രശസ്തരായ സിത്താർ കലാകാരന്മാർ പണ്ഡിറ്റ് രവിശങ്കർ, ദെൻ ദേവവ്രത ചൗധരി. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ. പലപ്പോഴും പല എക്സാമുകളിലും ഇത്തരത്തിലുള്ള കലാകാരന്മാരെക്കുറിച്ചും അവരുടെ വാദ്യോപകരണങ്ങളെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ രീതി പ്രകാരം നമുക്കറിയാം, ജോഡികളായിട്ട് വാദ്യോപകരണം, കലാകാരൻ്റെ പേര്, തരം, എന്നിട്ടോ ശരിയായ ജോഡികൾ ഏത് എന്ന് നമ്മോട് ചോദിക്കാം. അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തരായ സിത്താർ കലാകാരന്മാർ ഒന്ന് പണ്ഡിറ്റ് രവിശങ്കറും മറ്റൊരാൾ ദേവവ്രത ചൗധരിയും. ഇനി പണ്ഡിറ്റ് രവിശങ്കർ പ്രശസ്തനായ ഹിന്ദുസ്ഥാനി സിത്താറിസ്റ്റാണ്, കമ്പോസറാണ്, മ്യൂസിക് കമ്പോസർ. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് 1999. 1999 ഭാരതരത്ന. ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 1981. പത്മവിഭൂഷൺ പുരസ്കാരം നേടിയത് 1981. എന്നാൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 1967. അപ്പോൾ പ്രശസ്തനായ സിത്താറിസ്റ്റായ പണ്ഡിറ്റ് രവിശങ്കർ, അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് 1999. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 1981. എന്നാൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് 1967. എന്നാൽ പണ്ഡിറ്റ് രവിശങ്കറിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചത് 1962. 1962 കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡും 1967 പത്മഭൂഷൺ ബഹുമതിയും 1981 പത്മവിഭൂഷൺ പുരസ്കാരവും പിന്നെ 1999 ഭാരതരത്ന പുരസ്കാരവും ലഭിച്ചു. ഇനി ഇന്ത്യയിലെ പ്രശസ്തരായ തബലിസ്റ്റുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ പ്രശസ്തനായ തബലിസ്റ്റുകൾ ഒന്ന് ഉസ്താദ് സക്കീർ ഹുസൈൻ, മറ്റൊരാൾ ഉസ്താദ് അല്ലാ രഖ, മറ്റൊരാൾ പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, മറ്റൊരാൾ പണ്ഡിറ്റ് യോഗേഷ് ഷംസി, മറ്റൊരാൾ പണ്ഡിറ്റ് സുരേഷ് തൾവാൾക്കർ, മറ്റൊരാൾ പണ്ഡിറ്റ് അനിൻഡോ ചാറ്റർജി, മറ്റൊരാൾ പണ്ഡിറ്റ് കുമാർ ബോസ്. ഈ പറഞ്ഞത് ഇന്ത്യയിലെ പ്രശസ്തരായ തബലിസ്റ്റുകളെ കുറിച്ചാണ്. അതിൽ പ്രശസ്തരായ ഒരാൾ സക്കീർ ഹുസൈൻ, മറ്റൊരാൾ ഉസ്താദ് അല്ലാ രഖ, മറ്റൊരാൾ പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, മറ്റൊരാൾ പണ്ഡിറ്റ് യോഗേഷ് ഷംസി, മറ്റൊരാൾ പണ്ഡിറ്റ് സുരേഷ് തൽവാൾക്കർ, പിന്നെയോ അനിൻഡോ ചാറ്റർജി, കുമാർ ബോസ്. ഇവരെല്ലാം ഇന്ത്യയിലെ പ്രശസ്തരായ തബലിസ്റ്റുകളാണ്. ഇനി ഉസ്താദ് അല്ലാ രഖാൻ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രശസ്തനായ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതജ്ഞനാണ്. 1977 പത്മശ്രീ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 1982 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരവും ലഭിച്ചു. പ്രശസ്തനായ തബലിസ്റ്റാണ് ഉസ്താദ് അല്ലാ രഖ. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതജ്ഞനാണ് അദ്ദേഹം. 1977 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. 1982 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരവും ലഭിച്ചു. ഇനി നമുക്ക് പ്രശസ്തനായ തബലിസ്റ്റായ സക്കീർ ഹുസൈനെ കുറിച്ച് പരിചയപ്പെടാം.
സക്കീർ ഹുസൈൻ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉസ്താദ് അല്ലാ രഖ. സക്കീർ ഹുസൈൻ മരണപ്പെട്ടത് സാൻ ഫ്രാൻസിസ്കോ, US. പ്രശസ്തനായ തബലിസ്റ്റായ സക്കീർ ഹുസൈൻ്റെ പിതാവ് അല്ലാ രഖ. സക്കീർ ഹുസൈൻ മരണപ്പെട്ടത് US-ലെ സാൻ ഫ്രാൻസിസ്കോയിൽ. സക്കീർ ഹുസൈൻ സംഗീത സംവിധാനം ചെയ്ത മലയാള സിനിമ വാനപ്രസ്ഥം. അപ്പോൾ ഈ അടുക്ക മരണപ്പെട്ട സാൻ ഫ്രാൻസിസ്കോ, അമേരിക്കയിൽ വെച്ച് മരണപ്പെട്ട തബലിസ്റ്റായ സക്കീർ ഹുസൈൻ്റെ പിതാവ് ഉസ്താദ് അല്ലാ രഖ. എന്നാൽ സക്കീർ ഹുസൈൻ സംഗീത സംവിധാനം ചെയ്ത മലയാള സിനിമ വാനപ്രസ്ഥം. സക്കീർ ഹുസൈന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1988. പത്മശ്രീ പുരസ്കാരം 1988. പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് 2002. പത്മഭൂഷൺ 2002. പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് 2023. എന്നാൽ സക്കീർ ഹുസൈന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത് 1990. അപ്പോൾ ഈ അടുക്കെ US-ലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് മരണപ്പെട്ട സക്കീർ ഹുസൈൻ്റെ പിതാവാണ് ഉസ്താദ് അല്ലാ രഖ. സക്കീർ ഹുസൈൻ സംഗീത സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് വാനപ്രസ്ഥം. എന്നാൽ സക്കീർ ഹുസൈന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1988. എന്നാൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് 2002. പത്മവിഭൂഷൺ ബഹുമതി നേടിയത് 2023. സക്കീർ ഹുസൈന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത് 1990. ഇനി നമുക്ക് പ്രശസ്തരായ വയലിൻ കലാകാരന്മാരെക്കുറിച്ച് പരിചയപ്പെടാം. അതിൽ പ്രശസ്തനായ ഒരു കലാകാരൻ, വയലിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതിലെ പ്രശസ്തനായ കലാകാരൻ ലാൽഗുഡി ജയരാമൻ. നോക്കൂ, ഇന്ത്യയിലെ പ്രശസ്തനായ വയലിൻ കലാകാരനാണ് ലാൽഗുഡി ജയരാമൻ. പിന്നെയോ മരണപ്പെട്ടുപോയ ബാലഭാസ്കർ, മറ്റൊരാൾ സുന്ദർ രാജൻ, മറ്റൊരാൾ ജൗഹർ അലി ഖാൻ, മറ്റൊരാൾ L. സുബ്രഹ്മണ്യം, N. രാജം. ഈ പറഞ്ഞതെല്ലാം ഇന്ത്യയിലെ പ്രശസ്തരായ വയലിൻ കലാകാരന്മാരാണ്. അതിലെ അതിപ്രശസ്തനായ ഒരാൾ ലാൽഗുഡി ജയരാമൻ, മറ്റൊരാൾ ബാലഭാസ്കർ. കാർ അപകടത്തിൽ മരണപ്പെട്ടുപോയ മലയാളിയായിട്ടുള്ള വയലിൻ കലാകാരനാണ് ബാലഭാസ്കർ. പിന്നെയോ സുന്ദർ രാജൻ, നെക്സ്റ്റ് ജൗഹർ അലി ഖാൻ, N. സുബ്രഹ്മണ്യം, ദെൻ N. രാജം. ഇവരെല്ലാം ഇന്ത്യയിലെ പ്രശസ്തരായ വയലിൻ കലാകാരന്മാരാണ്. ഇനി പ്രശസ്തനായ വയലിൻ കലാകാരനായ ലാൽഗുഡി ജയരാമനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. കർണാട്ടിക് വയലിനിസ്റ്റാണ്. ഓക്കെ, ലാൽഗുഡി ജയരാമന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1972. ലാൽഗുഡി ജയരാമന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് 2001. എന്നാൽ ലാൽഗുഡി ജയരാമന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത് 1979. പ്രശസ്തനായ വയലിൻ കലാകാരനായ കർണാട്ടിക്സ് വയലിനിസ്റ്റായ ലാൽഗുഡി ജയരാമന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1972. എന്നാൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് 2001. അദ്ദേഹത്തിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത് 1972. ഇനി പ്രശസ്തനായ വയലിൻ കലാകാരനായ N. രാജം, അദ്ദേഹം അറിയപ്പെടുന്ന പേര് പാടുന്ന വയലിൻ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. N. രാജം 1984 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. 1984 N. രാജത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നു. എന്നാൽ ഇവർക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് 2004. പത്മവിഭൂഷൺ ബഹുമതി നേടിയത് 2026. 2026 പത്മവിഭൂഷൺ നേടിയ കലാകാരിയാണ് N. രാജം.
ഒന്നുകൂടെ പറയാം. ഇവർ അറിയപ്പെടുന്ന വിളിപ്പേര് പാടുന്ന വയലിൻ. പത്മശ്രീ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത് 1984. പത്മഭൂഷൺ ബഹുമതി നേടിയത് 2004. 2026 ഇവർക്ക് എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ബഹുമതി നേടി. 2004 പത്മഭൂഷൺ, 1984 പത്മശ്രീ. എന്നാൽ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത് 1990. 1990 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, 2026 പത്മവിഭൂഷൺ, 2004 പത്മഭൂഷൺ, 1984 പത്മശ്രീ പുരസ്കാരം. ആർക്ക് ലഭിച്ചു? പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന എൻ രാജത്തിന്. ഇനി പറയുന്നത് പ്രശസ്തനായ മാണ്ടലിൻ കലാകാരനെ കുറിച്ചാണ്. ഇന്ത്യയിലെ പ്രശസ്തനായ മാണ്ടലിൻ കലാകാരൻ യു ശ്രീനിവാസ്. PSC ചോദിച്ച ചോദ്യമാണ് ഇത്. പ്രശസ്തനായ മാണ്ടലിൻ കലാകാരൻ യു ശ്രീനിവാസ്. ഇനി ഓടക്കുഴലുമായി ബന്ധപ്പെട്ട കലാകാരന്മാർ ആരൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫ്ലൂട്ട്. ഇന്ത്യയിലെ പ്രശസ്തരായ ഓടക്കുഴൽ കലാകാരന്മാർ ഹരിപ്രസാദ് ചൗരസ്യ. PSC ചോദിച്ച ഒരു ചോദ്യം. കുടമാളൂർ ജനാർദ്ദനൻ. മറ്റൊരാൾ ശശാങ്കു സുബ്രഹ്മണ്യം. മറ്റൊരാൾ മുരളി നാരായണൻ. അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തരായ ഓടക്കുഴൽ ഫ്ലൂട്ട് കലാകാരന്മാർ ഹരിപ്രസാദ് ചൗരസ്യ, കുടമാളൂർ ജനാർദ്ദനൻ, ശശാങ്കു സുബ്രഹ്മണ്യം, മുരളി നാരായണൻ. ഇതിൽ ഹരിപ്രസാദ് ചൗരസ്യയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ടിസ്റ്റ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. ഹരിപ്രസാദ് ചൗരസ്യയാണ് ഇന്ദിരാ കല്യാൺ രാഗം ചിട്ടപ്പെടുത്തിയത്. ഏത് രാഗം? ഇന്ദിരാ കല്യാൺ രാഗം. ഹരിപ്രസാദ് ചൗരസ്യയ്ക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് 1992. എന്നാൽ ഹരിപ്രസാദ് ചൗരസ്യയ്ക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് 2000. എന്നാൽ സംഗീത നാടക അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത് 1984. അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തനായ ക്ലാസിക്കൽ ഫ്ലൂട്ടിസ്റ്റായ ഹരിപ്രസാദ് ചൗരസ്യയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹരിപ്രസാദ് ചൗരസ്യയാണ് ഇന്ദിരാ കല്യാൺ രാഗം ചിട്ടപ്പെടുത്തിയത്. ഹരിപ്രസാദ് ചൗരസ്യയ്ക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് 1992. ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് 2000. എന്നാൽ ഹരിപ്രസാദ് ചൗരസ്യയ്ക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത് 1984. ഇനി നമ്മൾ പഠിക്കുന്നു പ്രശസ്തരായ ഷഹനായി കലാകാരന്മാരെക്കുറിച്ച്. വാദ്യോപകരണത്തിൻ്റെ ചിത്രം ഇവിടെ കാണിക്കുന്നു. പ്രശസ്തരായ ഷഹനായി കലാകാരന്മാർ. 1 ബിസ്മില്ല ഖാൻ. വന്ന ചോദ്യം, PSCയുടെ ചോദ്യം. പിന്നെ മറ്റൊരാൾ പ്രശസ്തനായ ഷഹനായി കലാകാരൻ ആനന്ദ് ലാൽ. പ്രശസ്തരായ ഷഹനായി കലാകാരന്മാർ. 1 ബിസ്മില്ല ഖാൻ, മറ്റൊരാൾ ആനന്ദ് ലാൽ. ഇനി നമുക്ക് മറ്റൊരു വാദ്യോപകരണം സരോദ്. ഇവിടെ ചിത്രം കാണിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രശസ്തരായ സരോദ് കലാകാരന്മാർ അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. വന്ന ചോദ്യം, PSCയുടെ ചോദ്യം. പണ്ഡിറ്റ് ഭീംസെൻ ജോഷി. PSCയുടെ ചോദ്യം. ഉസ്താദ് ആഷിഖ് ഖാൻ. അദ്ദേഹം ഈ അടുക്കെ അന്തരിച്ചു. അപ്പോൾ ചോദിക്കാം, ഈ അടുക്കെ അന്തരിച്ച പ്രശസ്തനായ സരോദ് കലാകാരൻ ആര്? ഉസ്താദ് ആഷിഖ് ഖാൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തരായ സരോദ് കലാകാരന്മാരെക്കുറിച്ചാണ്. അതിൽ പ്രശസ്തനായ ഒരാൾ അംജദ് അലി ഖാൻ, ദെൻ അലി അക്ബർ ഖാൻ, മറ്റൊരാൾ ശിവകുമാർ ശർമ്മ, മറ്റൊരാൾ പണ്ഡിറ്റ് ഭീംസെൻ ജോഷി, മറ്റൊരാൾ ഉസ്താദ് ആഷിഖ് ഖാൻ. ഇദ്ദേഹം ഈ അടുക്കെ അന്തരിച്ചു. ഇനി നാദസ്വരം കലാകാരന്മാരെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. നാദസ്വരം, നാഗസ്വരം എന്നൊക്കെ പറയൂലേ. വാദ്യോപകരണം ഇവിടെയുണ്ട്. പ്രശസ്തരായ നാദസ്വരം കലാകാരന്മാർ ഷെയ്ഖ് ചിന്നമൗല,
തിരുവിഴ ജയശങ്കർ, ഉമാപതി കന്ദസ്വാമി. ഇന്ത്യയിലെ പ്രശസ്തരായ നാഗസ്വരം കലാകാരന്മാർ അല്ലെങ്കിൽ നാദസ്വരം കലാകാരന്മാർ ഷെയ്ഖ് ചിന്നമൗല, തിരുവിഴ ജയശങ്കർ, ഉമാപതി കന്ദസ്വാമി. ഇതിൽ തിരുവിഴ ജയശങ്കറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കൂ, 2026 ഹരിവരാസനം പുരസ്കാര ജേതാവാണ് തിരുവിഴ ജയശങ്കർ. അദ്ദേഹത്തിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2013. പ്രശസ്തനായ തിരുവിഴ ജയശങ്കറിന് 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചു. തിരുവിഴ ജയശങ്കറിന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2013. ഇനി പ്രശസ്തരായ വീണ കലാകാരന്മാരെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ പ്രശസ്തനായ ഒരാൾ ചിട്ടി ബാബു. PSCയുടെ മുൻപ് നടന്ന ഒരു LDC എക്സാമിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു ചിട്ടി ബാബു. മീര കൃഷ്ണ, ആസാദ് അലി ഖാൻ, മുത്തുസ്വാമി ദീക്ഷിതർ, സേതു പാർവതി ഭായ്, ഇവരെല്ലാം ഇന്ത്യയിലെ പ്രശസ്തരായ അല്ലെങ്കിൽ കർണാട്ടിക് സംഗീതത്തിലെ പ്രശസ്തരായ വീണ കലാകാരന്മാരാണ്. വാദ്യോപകരണം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രശസ്തരായ വീണ കലാകാരന്മാർ 1 ചിട്ടി ബാബു, 2 മീര കൃഷ്ണ, പിന്നെ ആസാദ് അലി ഖാൻ, മുത്തുസ്വാമി ദീക്ഷിതർ, സേതു പാർവതി ഭായ്. ഇനി പ്രശസ്തമായ സാരംഗി കലാകാരന്മാർ. സാരംഗി എന്ന് വാദ്യോപകരണം ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. പ്രശസ്തരായിട്ടുള്ള സാരംഗി കലാകാരന്മാർ 1 സുൽത്താൻ ഖാൻ. PSCയുടെ ചോദ്യമായിരുന്നു സുൽത്താൻ ഖാൻ. മറ്റൊരാൾ രാം നാരായൺ. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. അപ്പോൾ ആനുകാലിക പ്രസക്തിയുണ്ട്, മനസ്സിലാക്കുക. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച പ്രശസ്തനായ സാരംഗി കലാകാരൻ ആരെന്ന് ചോദിക്കും. ആരാണ് ഉത്തരം? രാം നാരായൺ. അപ്പോൾ പ്രശസ്തരായ സാരംഗി കലാകാരന്മാർ സുൽത്താൻ ഖാൻ, പിന്നെ രാം നാരായൺ. ഇനി പ്രശസ്തരായിട്ടുള്ള മൃദംഗ കലാകാരന്മാരെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. 1 പാലക്കാട് മണി അയ്യർ, മറ്റൊരാൾ കാരക്കുടി ആർ മണി. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ അടുത്ത് അന്തരിച്ച വാദ്യോപകരണ കലാകാരന്മാരെക്കുറിച്ച് PSCക്ക് ചോദിക്കാം. എന്തുകൊണ്ട്? ആനുകാലിക പ്രസക്തിയുള്ളത് കൊണ്ട്. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ച ഒരു മൃദംഗ കലാകാരനാണ് കാരക്കുടി ആർ മണി. പിന്നെ മറ്റൊരു പ്രശസ്തനായ മൃദംഗ കലാകാരൻ കോവൈ വേണുഗോപാൽ, മറ്റൊരാൾ കമലാകർ റാവു. ഇദ്ദേഹവും ഈ അടുത്ത് അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാനാണ്. അപ്പോൾ പാലക്കാട് മണി അയ്യർ, കോവൈ വേണുഗോപാൽ, കാരക്കുടി ആർ മണി, കമലാകർ റാവു, ഇവരൊക്കെ പ്രശസ്തരായിട്ടുള്ള മൃദംഗ വിദ്വാൻമാരാണ്. എന്നാൽ ഈ അടുത്ത് അന്തരിച്ച മൃദംഗ കലാകാരന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കാരക്കുടി മണി, കമലാകർ റാവു എന്നിവരാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത് പ്രശസ്തരായ വാദ്യോപകരണ കലാകാരന്മാരെക്കുറിച്ചും അവരുടെ വാദ്യോപകരണത്തെക്കുറിച്ചുമാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾക്കായി എയ്സ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.